HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. Shivagiri HS Radio. സർവീസിൽ നിന്നും വിരമിക്കുന്ന ശിവഗിരി HS റേഡിയോയുടെ അമരക്കാരിയായിരുന്ന IV ടീച്ചർക്ക് 1000 ആശംസകൾ. ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം സന്തോഷപ്രദവും സുഖകരവുമായിരിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ടീം ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനാമിക, നേഹ ഫാത്തിമ, അതിഥി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സ്വർണ്ണക്കൊടിമരം പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടിൽ നിന്ന് വിജിലൻസ് റിപ്പോർട്ട്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ല. വെള്ളാപ്പള്ളിക്ക് ആശ്വാസം. അയോഗ്യരാക്കിയ നടപടിക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. ലോറിയിൽ ബസ് ഇടിച്ച് കത്തിയ ആഗ്രയിൽ 13 മരണം. കണ്ണൂരിൽ പോലീസ് പരിശോധന ശക്തമാക്കും. മോദി 29 കേരളത്തിൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സ്വർണ്ണക്കൊടിമരം പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടിൽ നിന്ന് വിജിലൻസ് റിപ്പോർട്ട്. ശബരിമല ക്ഷേത്രത്തിൽ 2017 നടന്ന സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളൊന്നുമില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന വിജിലൻസ് നടത്തിയ തിരഞ്ഞന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് സ്വീകരിച്ച ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെടെ ദേവസ്വം ബെഞ്ച് കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായിരുന്ന CPM ഇടതുമുന്നണിയും ഇതിനെ പ്രതിരോധിക്കാൻ ഉയർത്തിയ മുഖ്യ ആരോപണമായിരുന്നു കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേട്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ല. ആവശ്യത്തിന് മാത്രം വാങ്ങുക. എണ്ണക്കമ്പനികളുടെ സുപ്രധാന അറിയിപ്പ്. ദില്ലി: രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പൊതുമേഖല എണ്ണക്കമ്പനികളുടെ അറിയിപ്പ്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടേതാണ് അറിയിപ്പ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ ജനങ്ങളെ പരിഭ്രാന്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കമ്പനികളുടെ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയത്. രാജ്യത്തുടനീളം ഇന്ധന വിതരണ തടസ്സമില്ലാതാക്കുന്നുണ്ടെന്നും എല്ലാ പെട്രോൾ പമ്പുകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ലഭ്യമാണെന്നും കമ്പനികൾ വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്ക് ആശ്വാസം. അയോഗ്യരാക്കിയ നടപടിക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവരുൾപ്പെടെ 4 SNDP യോഗം ഡയറക്ടർമാരെ അയോഗ്യരാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. വെള്ളാപ്പള്ളി നടേശന് പുറമെ പ്രസിഡന്റ് ഡോക്ടർ MS സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് എന്നിവരുടെ അയോഗ്യതയ്ക്കാണ് സ്റ്റേ. അപ്പീലിൽ എതിർകക്ഷികൾക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. അപ്പീലുകൾ അന്തിമവാദത്തിനായി ജൂണിൽ പരിഗണിക്കും. മാർച്ച് 12 സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധി മറികടന്നുള്ളതാണെന്ന് ആരോപിച്ചാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും അപ്പീൽ നൽകിയത്. ലോറിയിൽ ബസ് ഇടിച്ച് കത്തിയ ആഗ്രയിൽ 13 മരണം. സ്വകാര്യ ബസ് ടിപ്പർ ലോറിയിൽ ഇടിച്ച് തീപിടിച്ച ബസ് യാത്രക്കാരായ 13 പേർ മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില അതീവ ഗുരുതരം. മർക്ക്പൂർ ജില്ലയുടെ രായാവാരത്ത് വ്യാഴാഴ്ച പുലർച്ചെ 5:30 സംഭവം. മെറ്റൽ കയറ്റി വന്ന ലോറിയുടെ ഇന്ധന ടാങ്കിൽ ബസ് ഇടിച്ചതേ തുടർന്നാണ് തീപിടിച്ചത്. തെലങ്കാനയിലെ ജഗ്ദിയിൽ നിന്ന് നെല്ലൂർ ജില്ലയിലെ കാളിഗനേരിലേക്ക് 41 പേരുമായി സഞ്ചരിച്ച ഹരികൃഷ്ണ ട്രാവൽസാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ പോലീസ് പരിശോധന ശക്തമാക്കും. കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിൽ പോലീസ് പരിശോധന ശക്തമാക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. റൂട്ട് മാർച്ചുകൾ, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, ബോർഡർ സീലിംഗ്, ഫ്ലൈയിംഗ് സ്ക്വാഡ് എന്നിവയുടെ പരിശോധനയുണ്ടാക്കും. പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങും. മോദി 29 കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 29 കേരളത്തിലെത്തും. തൃശ്ശൂരിലും പാലക്കാടും പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ 10,000 പങ്കെടുക്കും. അന്നേ ദിവസം പാലക്കാട് നടക്കുന്ന മഹാറാലിയിലും നരേന്ദ്രമോദി പങ്കെടുക്കും. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മോദി തൃശ്ശൂരിലേക്ക് എത്തുക. സ്വരാജ് റൗണ്ടിൽ 900 മീറ്റർ സ്ഥലത്തായിരിക്കും റോഡ് ഷോ. പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തര മന്ത്രി അമിത് ഷാ, അഖിലേന്ത്യാ പ്രസിഡന്റ് നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ
എസ് ജയശങ്കർ തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. VD സതീശനുമായി മനോരമ ന്യൂസ് നടത്തിയ അഭിമുഖ ഭാഗം ഫേസ്ബുക്ക് നീക്കം ചെയ്തു. മനോരമ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിമുഖത്തിന്റെ ഒരു ഭാഗം കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് നീക്കം ചെയ്തു. VD സതീശനുമായി മനോരമ ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് നടത്തിയ സംഭാഷണത്തിന്റെ റീലാണ് ബുധനാഴ്ച ഉച്ചയോടെ ഇന്ത്യയിൽ വിലക്കിയത്. അഭിമുഖം ഇന്ത്യയിൽ കാണിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷന്റെ വിഭാഗം ID ആക്ട് 2000 സെക്ഷൻ 71 പ്രകാരം ഫേസ്ബുക്കിന് നോട്ടീസ് നൽകുകയായിരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൽ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച റെയിൽവേ. ദില്ലി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൽ റെയിൽവേ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 72 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് പരമാവധി റീഫണ്ട്, 24 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് 25% ചാർജ് ഈടാക്കും. 8 മണിക്കൂർ മുമ്പ് വരെ 50% ചാർജ് ഈടാക്കും. 8 മണിക്കൂറിൽ കുറവ് ഒരു തുകയും കിട്ടില്ല. റീഫണ്ട് തുക നൽകുന്ന നടപടികളും എളുപ്പത്തിലാക്കി. ഹോർമൂസ് കടലിടുക്ക് കടന്ന് 2 LPG കപ്പലുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാന്റെ പ്രത്യേക അനുമതിയോടെ ജഗ് വസന്ത്, പൈൻ ഗ്യാസ് എന്നീ 2 ഇന്ത്യൻ LPG കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നു. രാജ്യത്തെ രൂക്ഷമായ പാചകവാതക ക്ഷാമത്തിന് ഇത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ ഈ നീക്കം പര്യാപ്തമല്ല. ഫെബ്രുവരി അവസാന വാരം മുതൽ അമേരിക്ക-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം കടുപ്പമേറിയതോടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ ഉണ്ടാക്കിയ ധാരണപ്രകാരം ഈ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുമതി നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒമാൻ തീരത്തോടെ ചേർന്നാണ് കപ്പലുകൾ പോകാറുള്ളതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തീരത്തെ കേഷ്മം, ലാറക് ദ്വീപുകൾക്ക് തൊട്ടരികിലൂടെയുള്ള പാതയാണ് ഇന്ത്യൻ കപ്പലുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തങ്ങൾ ഇന്ത്യൻ കപ്പലുകളാണെന്ന് സിഗ്നലുകൾ വഴി നിരന്തരം വിളിച്ചറിയിച്ചാണ് ഇവരുടെ യാത്ര. രാഷ്ട്രീയ പരീക്ഷയ്ക്ക് 890 പേർ. സ്കൂൾ പരീക്ഷാകാലം കഴിഞ്ഞുവരുന്ന രാഷ്ട്രീയ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത് 890 സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം വ്യാഴാഴ്ച അവസാനിച്ചതോടെയാണ് 140 മണ്ഡലങ്ങളിലെയും പോരാട്ട ചിത്രം തെളിഞ്ഞത്. ആകെ 1254 പേർ പത്രികകൾ സമർപ്പിച്ചെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ 269 പേരുടെയാണ് തള്ളിയത്. വ്യാഴാഴ്ച വരെ 95 പേരാണ് പത്രിക പിൻവലിച്ചത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സ്വർണ്ണക്കൊടിമരം പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടിൽ നിന്ന് വിജിലൻസ് റിപ്പോർട്ട്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ല. വെള്ളാപ്പള്ളിക്ക് ആശ്വാസം. അയോഗ്യരാക്കിയ നടപടിക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. ലോറിയിൽ ബസ് ഇടിച്ച് കത്തിയ ആഗ്രയിൽ 13 മരണം. കണ്ണൂരിൽ പോലീസ് പരിശോധന ശക്തമാക്കും. മോദി 29 കേരളത്തിൽ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ഇന്നലകളിലേക്ക്. രചന ശ്രീമതി IV ടീച്ചർ. നീണ്ട 35 വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപന ജീവിതം ആരംഭിച്ച ശിവഗിരി സ്കൂളിനെ കുറിച്ച് ഓർമ്മയുടെ ചെപ്പ് തുറക്കുന്നു. ലോകമഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ തൃക്കരങ്ങളാൽ 1924 അറിവിൻ്റെ വാതായനം തുറന്നിട്ട ഈ സരസ്വതി ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടത് ഒരു ജന്മപുണ്യമായി ഞാൻ കരുതുന്നു. കേട്ടറിവുകൾ മാത്രമടങ്ങുന്ന മനസ്സുമായി വിദ്യാലയത്തിൽ പ്രവേശിച്ച എനിക്ക് തികച്ചും അപരിചിതമായ ഒരു വലിയ സീനിയർ അധ്യാപക സംഘത്തെയാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളും സ്വപ്നങ്ങളുമാണ് നൽകിയിരുന്നത്. കാറ്റാടിക്കുന്നിലെ കാറ്റും ശിവഗിരി കുന്നിലെ പച്ചപ്പും വിവിധ മധുരമേയുള്ള മാവുകളും പ്ലാവുകളും പറങ്കിമാവിൻ കൂട്ടങ്ങളും നെല്ലിമരങ്ങളും വാഗമരങ്ങളും ചേർന്ന് ഒരു ശാന്തമായ ആശ്രമ കാഴ്ചയായിരുന്നു അന്നുണ്ടായിരുന്നത്. കുട്ടികളുടെ ധാരാളിത്തവും നിരവധി ക്ലാസ് മുറികളും ഓലമേന കെട്ടിടങ്ങളും ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു. അറിവിലൂടെ മാത്രമേ ജീവിതം ഉയർച്ച നേടാൻ സാധിക്കൂ എന്ന ദാർശനികത്വം നൽകിയ ഗുരുദേവൻ ശിവഗിരി വിദ്യാലയത്തിൽ ഉപവിഷ്ടനായിക്കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വിദ്യാലയം എന്ന അറിവ് എന്നെപ്പോലെയുള്ളവർക്ക് ദൈവിക പരിവേഷം ഈ വിദ്യാലയത്തിനോട് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 1998 ശിവഗിരി ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി തലത്തിലേക്ക് ഉയർന്നപ്പോൾ നമ്മുടെ നാടിന് അഭിമാനമായി ഈ സ്കൂൾ ശിരസ്സുയർത്തി നിന്നു.
തുടർന്ന് 2024 സ്കൂൾ നിർമ്മിച്ചതിൻ്റെ ശതവർഷം പൂർത്തീകരിച്ച ചരിത്ര സംഭവത്തിലും സാക്ഷ്യം വഹിക്കാൻ എനിക്കും കഴിഞ്ഞു. വർഷങ്ങൾ പലതും കടന്നുപോയി. വിദ്യാലയ അന്തരീക്ഷം മാറി. പഠനവും പാഠ്യരീതിയും മാറി മറിഞ്ഞു. സാക്ഷരതയുടെ വൈവിധ്യവും കണ്ടു. എത്രയോ അധ്യാപകർ, എത്രയോ കുട്ടികൾ കൺമുന്നിലൂടെ നടന്നു നീങ്ങി. ഐവി എന്ന അധ്യാപികയെ ആരൊക്കെ ഓർക്കും എന്ന നിശ്ചയം ഇല്ല. എങ്കിലും അപൂർവം ചിലരുടെ മനസ്സിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2026 മാർച്ച് 31 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. എൻ്റെ എല്ലാ ശിവഗിരി HS റേഡിയോ ശ്രോതാക്കൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഈ റേഡിയോ പ്രക്ഷേപണ സ്ഥാനത്തു നിന്നും ഞാൻ വിരമിക്കുന്നതായി അറിയിക്കുന്നു എന്ന് സ്നേഹത്തോടെ ഐവി ടീച്ചർ. സർവീസിൽ നിന്നും വിരമിക്കുന്ന ശിവഗിരി HS റേഡിയോയുടെ അമരക്കാരിയായിരുന്ന ഐവി ടീച്ചർക്ക് 1000 ആശംസകൾ. ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം സന്തോഷപ്രദവും സുഖകരവുമായിരിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ടീം ശിവഗിരി HS റേഡിയോ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിജയി അശ്വിൻ എട്ടി. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേരളത്തിലെ CPMന്റെ ഉരുക്കുകോട്ടയായ ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ശിവഗിരി സ്കൂളിന്റെ ശതവർഷം പൂർത്തിയായതെന്ന്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.